കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളും. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 16, 17, 18 വാക്യം. എപ്പോഴും സന്തോഷിപ്പിന്, ഇടപെടാതെ പ്രാർത്ഥിപ്പിന്, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇതെല്ലാം നിങ്ങളെക്കുറിച്ച് ക്രിസ്തു യേശുവിൽ ദൈവ ഇഷ്ടം. 3 കാര്യങ്ങളാണ് പൗലോസ് ആത്മാവിൻ്റെ നിയോഗപ്രകാരം ഈ വേദഭാഗത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. 1, എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. സന്തോഷം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ എപ്പോഴും എങ്ങനെ സന്തോഷിപ്പാൻ കഴിയും? പലതിനെ ചൊല്ലിയും വിലപിക്കുന്ന, പരാതി പറയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന ഈ ലോകത്തിൽ എപ്പോഴും എങ്ങനെ സന്തോഷിപ്പാൻ കഴിയും? പലരും സന്തോഷത്തിന് വേണ്ടി പല മാർഗങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കർത്താവിൻ്റെ തിരുവെഴുത്ത് വെളിപ്പെടുത്തുന്നത് നിങ്ങളെപ്പോഴും സന്തോഷിപ്പിൻ എന്നാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് സന്തോഷിപ്പാൻ കഴിയും? സഭാപ്രസംഗിയുടെ പുസ്തകം നാം പഠിക്കുമ്പോൾ അവിടെ സഭാപ്രസംഗിയായിരിക്കുന്ന ശലോമോൻ 11-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, യവനക്കാരൻ നിന്റെ യവനത്തിൽ സന്തോഷിക്കാം, യവനകാലത്തിൽ നിന്റെ ഹൃദയം ആനന്ദിക്കും, നിനക്കിഷ്ടമുള്ള വഴികളിൽ നിനക്ക് ബോധിച്ച വണ്ണവും നടന്നു കൊടുക്കും. എന്നാൽ ഇവയൊക്കെയും നിമിത്തം ദൈവം നിന്നെ ന്യായവിസ്താരത്തിലേക്ക് വരുത്തി എന്ന്. യവനക്കാരനോട് സന്തോഷിക്കരുത് എന്ന് പറയുന്നില്ല, സന്തോഷിച്ചുകൊള്ളുക, നിനക്കിഷ്ടമുള്ളതുപോലെ. എന്നാൽ ശലോമോനൊരു മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഇതെല്ലാം നിമിത്തം ഒരു ന്യായവിധി നിനക്കും. അതുകൊണ്ട് നിനക്കിഷ്ടമുള്ള വഴിയിലൂടെയല്ല, നിനക്ക് ബോധിച്ച വണ്ണവുമല്ല. നിന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്. നിന്നെ ഈ ഭൂമിയിലേക്ക് ജന്മമെടുക്കാൻ അനുവദിച്ച് നിന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്നെ ഉരുവാക്കി ഒരു ദൈവം നിന്നോട് കൂടെ. ആ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നീ സന്തോഷിക്കും. ആ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള വഴിയിലൂടെ നീ ജീവിതം മുമ്പോട്ട് നയിക്കും. വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന കർത്താവിൻ്റെ വഴിയിലൂടെ. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 20-ാം വാക്യത്തിൽ നമ്മൾ ഏതിൽ സന്തോഷിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു. അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികൾ ചെയ്ത് മടങ്ങി വന്ന ശിഷ്യന്മാരുടെ സന്തോഷം കർത്താവിനോട് പങ്കുവെച്ചപ്പോൾ അവരുടെ വാക്കുകൾ ഇപ്രകാരം: കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താകും. അപ്പോൾ കർത്താവ് കൊടുക്കുന്ന മറുപടി: ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേര് സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ സന്തോഷം. അപ്പോൾ നമുക്ക് സന്തോഷമാണ് ആക്കിയുണ്ട്. നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. ലോകത്തിൽ കഷ്ടം, വേദന, പ്രയാസം, കണ്ണുനീരാണ്, പട്ടിണിയാണ്, പ്രയാസങ്ങളും പ്രതിസന്ധികളും. ഇതിൻ്റെ നടുവിലും സന്തോഷിപ്പാൻ ഒരു ദൈവ പൈതലിന് വകയുണ്ട്. കാരണം നമ്മുടെ പേര് സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽക്കാലം സ്വർഗത്തിൽ പേരുള്ളതിൽ സന്തോഷിപ്പാൻ നമ്മളതിനെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണ്, വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവത്തിലാണ്, മാനസാന്തരത്തിലൂടെ കടന്നുപോയ ഒരു ദൈവത്തിലാണ്, കർത്താവിൻ്റെ പ്രമാണം ജീവിക്കുന്ന ഒരു ദൈവത്തിലാണ്. സന്തോഷിപ്പാൻ വകയുണ്ട്. നിൻ്റെ പേര് സ്വർഗത്തിലുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.